പിരിസത്തെ മുഅ്മിനീങ്ങളെ, ഞങ്ങളെല്ലാവരും മുസ്ലിം ഞങ്ങൾക്ക് ഒരു ധർമ്മഗ്രന്ഥമുണ്ട്, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ സർവധർമ്മത്തെ ആളുമാർ പരസ്പര സ്നേഹത്തിലും, ഹിന്ദു ആവട്ടു, ക്രൈസ്തവട്ടു, മുസൽമാനാവട്ടു, ജൈനാവട്ടു, ഫാറസി ആവട്ടു, ബൗദ്ധ ആവട്ടു, എല്ലാവരും പരസ്പര ഒരു ഉമ്മ പെത്ത മക്കളെ പോലെ ഏളവണ മൂത്തവന്റെ പോലെ ജീവനം നടത്തുന്നു ചെന്നൊരു പടിപ്പാട്ടരെ ഒരു ധർമ്മമായിട്ട് കിട്ടും ഞങ്ങളെ ഇസ്ലാം ധർമ്മശലെടുത്ത്. കുറെ ആളുമാരെ അക്രമ പ്രവർത്തനത്തെ കാരണത്തിൽ ചുമ്മ ആളുമാർ കാത്തോണ്ടിക്കിടറ് ഇസ്ലാമിടെ ഇല്ലാണ്ടാക്കുവാനുള്ള പ്രയത്ന അങ്ങ് ആഹാര ആയിട്ട് ഞങ്ങൾ കിട്ടുകും തീര ഞങ്ങൾ എല്ലാരെയും ഒരുപോലെ പിരിസബിക്കട്ടെ. അല്ലാഹുമ്മ സലാം വ മിൻക സലാം വ ഇലൈക യർജിഉ സലാം ഹയ്യന റബ്ബന ബിസ്സലാം ചെന്നിട്ട് സലാമുടെ ദുആ, സലാമത്തുടെ ദുആ, ശാന്തിയുടെ ദുആ ദ്വാരക്കട ആളുമാർ ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ ഒട്ടിക്ക് ഇണ്ട് പരസ്പരം ഇന്ന ശാന്തി സമാധാനം പോയിട് എന്തെന്റെ ചെല്ലണം നിങ്ങൾ ബേജാറാക്കില്ലാണ്ട് കണ്ണ ഉറുബിസ എന്നാണ് ഫസ്റ്റ് ചെല്ലടെ. ഞാനിപ്പോ വളരെ സദസ്സ് നിന്നപ്പോ രണ്ടു വട്ടം നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും ചെന്നേ. ഒന്നാമത്തെ സലാം ചെന്നത് എന്തൊക്കെ ചെന്നിട്ടും രണ്ടാമത്തെ സലാം ചെന്നത് എന്തൊക്കെ ചെന്നിട്ടും നിന്റെ കാണാറ് നിങ്ങൾക്ക് ഗൊന്തയിടത് എന്ത് അത് രണ്ടു വട്ട സലാം ചെന്നിരെ ചെന്നിട്ട് ഇണ്ടത്ത് ഞങ്ങളെ സലാമുള്ള വണങ്ങിയോണ്ട് പോയിട്ട് അങ്ങനെ ഞങ്ങൾ വണങ്ങിയോണ്ട് പോയോണ്ടുള്ള തീന്നോണ്ട് പോയോണ്ടുള്ള ഒരാൾക്ക് അസ്സലാമു അലൈക്കും ചൊല്ലക്ക് സുന്നത്തേ ഉള്ളേ. ഞാനിവിടെ സലാം ചെന്നില്ലെങ്കിലും എന്റെ പ്രസംഗത്തൊക്കൊന്നും തകരാറൊന്നുമില്ല. നക്കല്ലാവിടെ മട്ടത്തിൽ ശിക്ഷ ഒന്നും കിട്ടുക പോകണ്ടൊന്നില്ല. സലാം ചെന്നില്ലെങ്കിൽ നടക്കട്, അത് കൂലിക്കിട്ട വിസേ സുന്നത്ത് മാത്രമല്ലേ. ഞാൻ സലാം ചെന്നിട്ടുണ്ടെങ്കിൽ അത് മടക്കിടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കഡായ, അത് മടക്കിട്ടേ തീരൂ. സലാം മടക്കട റൂപ എങ്ങനെ ഉണ്ട് കേട്ടെങ്കിൽ നാണ് സലാം നിങ്ങൾക്ക് ചൊല്ലോണ്ട് ചെന്നത് നിങ്ങൾ അത് കേട്ടിറാറ് അല്ലേ, നിങ്ങൾക്ക് അത് കേട്ട ഒക്കൊണ്ട് കണ്ടെങ്കിൽ നിങ്ങളൊക്കെ സലാം മടക്കണം. ആ മടക്കിയത് നമുക്ക് നക്കും കേൾക്കണം. സലാം ചെന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ മടക്കിയത് നക്കും കേൾക്കണം. അത്ര ജോറുള്ളേ ആ സലാം ചെല്ലണം. വെള്ളിയാസന്റെ ഖതീബ് ഉസ്താദ് മിമ്പറിൽ പത്ര അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ആ സലാം ചെല്ലടെങ്കിൽ തൂങ്ങിയണ്ടും വേണ വേണ്ടേ ചെന്നിട്ട് ഒരു സലാം അങ്ങനെ എരിഞ്ഞു പൂട്ടരെ പാറപ്പാട്ടി പൂട്ടരെ കിട്ടിയത് പോയെങ്കിൽ പുറ പോയിട്ട് ചെന്നിട്ട് അങ്ങനല്ല വേണത്. നീ ലാസ്റ്റ് സഫുള്ള കണ്ടെങ്കും നീನು വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ചെല്ലത് മിമ്പറിൽ നിന്ന് ഖതീബ് ഉസ്താദ് കേൾക്കണോ ആ രൂപത്തിലായിട്ട് ഇവിടെ സലാം മടക്കണായത്. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. എന്തേ സലാമിന്റെ അർത്ഥം? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടത് കുല്ലു അംറിൻ ദീ ബാരില്ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തർ. ഏതൊരു കാര്യവും നീ തുടങ്ങുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെന്ന് തുടങ്ങണോ, ഇല്ലെങ്കിൽ അതിൽ ബർക്കത്തില്ല ചെന്നിട്ട്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച ഒരു ശബ്ദത്തെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യകർമ്മമായത് ചെമ്മ ദിന്നയത് അല്ലാഹുക്ക് വലിയ പിറുസൈന്നതുമായിട്ട് വലിയൊരു പളക്കായിട്ടിക്കിട് ഏതൊരു മനുഷ്യൻ മരിക്കട സന്ദർഭത്തിൽ സമയത്ത് ലാസ്റ്റ് ആ പളക്ക വന്നു പോയിട്ടുണ്ട് കണ്ടെങ്കിൽ സ്വർഗത്തേക്ക് പോയിട്ട് ആയത്ത് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയ മഹത്തായ ആ ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയങ്ക ഒരു മുസ്ലിം പിന്നൊരു മുസ്ലിമിനെ കാണുന്ന സന്ദർഭത്തിൽ ആചാര ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിട്ടുള്ള ക്രമമില്ല. ഇല്ല ഉസ്താദേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറിഞ്ഞിട്ടുള്ള ക്രമമില്ല. ബദലക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമാധാന നിങ്ങളെ മേൽ അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, അല്ലാഹുവിന്റെ പിരസ ഉണ്ടാവട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ. ഇങ്ങനെ നല്ലൊരു പ്രാർത്ഥന ആയിട്ടിക്കട് തിരിച്ചിട്ടും നിങ്ങൾ കൊടുക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല ബദലക്ക് വഅലൈക്കും അസ്സലാം. നിങ്ങൾക്കും അതേപോലെ അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ, ശാന്തിയും നെമ്മതിയും ഉണ്ടാവട്ടെ. എത്ര വലിയൊരു പ്രാർത്ഥന അത് ഒന്നുണ്ടാ. അതുകൊണ്ടിട്ട് എപ്പോഴും നനപ്പിക്കട്ടെ. ഇപ്പോഴും പള്ളിക്ക് പോയെങ്കും ഏത് ജാഗിലും ആരെങ്കിലും സലാം ചെന്നെങ്കിൽ മടക്കരുത്, അത് ചോറുള്ളൂ അങ്ങ് കേക്കട രൂപത്തിലാവട്ടെ. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. അപ്പൊ ഞാൻ ചെന്നോണ്ട് വന്നോണ്ടുള്ളത് പറത്തില് റോഡ് സൈഡിൽ നിന്ന് ആളുമാരല്ല ദയവ് ചെയ്ത് ഉൾഗത്തിൽ പറു സീരണിയുടെ കെട്ടൊരു 2000 കെട്ടുമ്പോൾ ഈ ഞങ്ങളുടെ രാജ്യത്തിൽ അങ്ങനെ റാത്തിബ് ഫുതുബേത്ത് ഇങ്ങനത്തെ സന്ദർഭത്തിലല്ല, വളരെ സന്ദർഭത്തിൽ വാർഷികത്തോടല്ല എന്നെ കഴിഞ്ഞ ദിവസം 1,500 കെട്ടാക്കിയത് 1,500 കെട്ടാക്കിയിട്ട് മയ്യാൻ വേണ്ടി 200 കെട്ട് കോർഡിനേറ്ററായത്തിൽ ഗലാട്ടെല്ലാം ഇട്ട് മയ്യായിട്ടുള്ള ആളുമാർക്ക് 1,500 കെട്ട് മാത്ര. മൗലിദിൽ പള്ളിയുൾക്കത്തിൽ ഇന്ന് 13 ആളുമാർ മാത്ര. റാത്തിബും ഫുതുബേത്തും പള്ളിയുൾക്കത്ത് നടക്കുമ്പോൾ പോനയാൾ മാത്രം ആളിന്നെ കെട്ട് മാത്ര 2000 വരത്തിയാക്കി വെച്ചത്. അത് മയ്യാവൂടാ ചെന്നൊരു പേടി പള്ളിയുടെ ദിക്ർ ചൊല്ലുക 13 ആൾ ഇന്നേ ഇതങ്ങേറ്റിക്കിട്ട് നിങ്ങളെ റായത്തിന്റെ ഇതുള്ള പരിസ്ഥിതി അല്ല റായത്തെ അവസ്ഥ ചെന്നോട്ടുള്ളേ. അപ്പൊ ഇണ്ട് ഇവിടെ എത്ര കെട്ടാക്കി വെച്ചിട്ടാണ് നിൽക്കൊന്നില്ല. ചിലപ്പോ പിന്നെ മയ്യാവൂടാ ഇല്ല ചെന്നിട്ട് പിന്നെ നോക്കണം അത്രേ. അതേപോലെ ഞാൻ ചെന്നോണ്ടുള്ളത് എപ്പം കുറുക്കുടി നടക്കടേ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി തങ്ങളെ നടപ്പാക്കിയത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അത് ഞങ്ങളെ ബായിൽ മാത്ര, ഞങ്ങളെ പ്രസംഗത്തിൽ മാത്ര, ഞങ്ങളെ പളക്കത്തിൽ മാത്ര, ഞങ്ങളെ നിസ്കാരത്തിൽ മാത്ര, കേവല ബായിക്ക് സീമിതമായ ഒരു പളക്കല്ലത്. അള്ളാഹു ചെല്ലത് ഖൽബുൽ പറഞ്ഞു, ഒരു മനുഷ്യയുടെ മുട്ടത്തിൽ അള്ളാഹ് ചെണ്ട ശബ്ദപറലോട് കൂടെ അവിടെ കൽബുടൽഗത്തിൽ ഒരു വിറക്കൽ ഉണ്ടാവുള്ളൂ, കൽബുടൽഗത്തിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവുള്ളൂ. അള്ളാഹു ചെണ്ട ചിന്ത കൊണ്ട് കൽബുക പണ്ട് അപ്പായിട്ട് പരിപൂർണമായിട്ടും ഇസ്ലാം ആവണത്. അതുകൊണ്ട് ഇങ്ങനത്തെ മജ്ലിസ് ഉണ്ടാക്കരുത് ഒരു കാര്യക്രമാക്കിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അബദ്ധക്ക് വേണമായിട്ടല്ല, ബദലുക ഞങ്ങളെ ആത്മീയ ചൈതന്യം ഉണ്ടാക്കുക വേണമായിട്ട്, ഞങ്ങളൊന്ന് റീഫ്രഷ് ആവുക വേണമായിട്ട്, ഞങ്ങളെ കൽബും ഞങ്ങളെ സ്വഭാവ ശൈലിയും ഞങ്ങളെ സംസ്കൃതിയും ഒന്ന് റീഫ്രഷ് ആവുക വേണമായിട്ടുള്ളത്. അതല്ലാണ്ട് കുറെ ആൾമാർ വേണ്ടേ, കുറെ ആൾമാർ അങ്ങനെ സദസ്സിലേക്കടെ, പിന്നെ കുറെ ആൾമാർ അങ്ങോട്ട് സൈഡിലെ ഇവിടെയും, പിന്നെ കുറെ പെണ്ണുമക്കളെ കയ്യിലും പാലക്കാരത്തെ പെണ്ണുമക്കളുടെ കയ്യിലും മൊബൈല്, ചാറ്റിങ്ങും മീറ്റിങ്ങും വാട്സാപ്പും ഫേസ്ബുക്കും അങ്ങനെ കുറെ ഒഴിവാക. പിന്നെ ഉത്തരം കുടുംബത്തങ്ങളെ കുറെ വിഷയം അങ്ങനെ ഇവിടെ ഗീബത്തുക്ക് വിരുദ്ധമായിട്ട്, നമീമത്തുക്ക് ഫിത്ന ഫസാദക്ക് വിരുദ്ധമായിട്ട് വാൾ നടക്കട്. അപ്പുറത്ത് കുരിപ്പാത്തിനടിച്ച് പിന്നെ ഇറച്ചി തിന്നോണ്ടിക്കടെ. ഇതെല്ലാം ബുട്ടില്ലാണ്ട് കണ്ടെങ്കിൽ, ഇതെല്ലാം ബുട്ടില്ലാണ്ട് കണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ പാട്ടപ്പടിപ്പാട്ടി ഉള്ള അത് ഇന്നലെ തുടങ്ങിയത് പാട്ടൊന്നുമല്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ പിന്നെ സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനി ദഅവത്ത് നടക്കുന്ന സന്ദർഭത്തിലുണ്ടായ ഫിത്നയും ഫസാദും, ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ വലിയൊരു ഫിത്നയും, അതേപോലെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്താവട്ടു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിലാവട്ടു, സാധാരണ ഹെച്ചംശ അമ്പിയാക്കന്മാരുടെ കാലത്ത് വിവിധ രൂപത്തിൽ നിന്ന് ഫസാദും മുസീബത്തും അദാബും ഇറങ്ങിയതെല്ലാം നിങ്ങളെല്ലാം കണ്ട. അത് മാത്രമല്ല, തീർച്ചയായിട്ടും മുഅ്മിനീങ്ങളെ പരിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുടെ അമ്പിയാക്കന്മാരെ ആളെ സമുദായ സമയത്ത് അമ്പിയാക്കന്മാരെ കൊന്ന ചരിത്ര സമയത്ത് നിങ്ങളെല്ലാം കേട്ടത്. അമ്പിയാക്കന്മാരുടെ സമയത്ത് ബഹുമാനപ്പെട്ട അള്ളാഹുടെ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാം, സഖറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇതുപോലത്തെ അമ്പിയാക്കന്മാരെ കൽത്തെറുത്തതും അതേപോലെ ഗറഗസലും മുറിച്ചിട്ട് കൊന്നതുള്ള ചരിത്രമുള്ള നിങ്ങൾ കേട്ട. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം അതെല്ലാം നിങ്ങൾ നോക്കിയാളൂ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പിന്നെ 4 പ്രധാനപ്പെട്ട ഖലീഫമാർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ പ്രധാനപ്പെട്ട 4 ഖലീഫമാരെ കൂട്ടത്തിൽ 3 ഖലീഫന്മാരും സാധാരണ രൂപത്തിൽ മരിച്ചതും അല്ല. 3 ഖലീഫന്മാരെയും അങ്ങളെ ആളുമാർ, അങ്ങളെ റായത്തെ ആളുമാർ വിവിധ കാരണത്തിൽ അങ്ങളെ കൊന്നുററ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ കൊന്നുരെങ്കിൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ കൊന്നുരെങ്കിൽ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നിസ്കാരത്തിന് പള്ളിക്ക് വന്ന സന്ദർഭത്തിൽ കൊന്നുരെങ്കിൽ, അങ്ങ് സ്വാഭാവിക ശൈലി അങ്ങ് വഫാത്തായതല്ല. അങ്ങ് 3 ആളും ശുഹദാക്കന്മാരായിടറ്. ഇതെല്ലാത്തിലും നമുക്ക് ധാരാളം പാഠമുണ്ട്. ആധുനിക കാലത്തിൽ ഫലസ്തീനിന്റെ ചരിത്രം നിങ്ങൾ കണ്ടുകൊണ്ടുള്ള, ഫലസ്തീന്റെ മുസ്ലിമുകളെ ദയനീയ പരിസ്ഥിതി നിങ്ങൾ കണ്ടുകൊണ്ടുള്ള, അവിടെ ആയോണ്ടുള്ള ഭയാനകമായ ആ ചിത്രീകരണം ഞങ്ങളെ കന്നഡത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അങ്ങനെ തെച്ചിട്ട് അവിടെ ആളുമാരെ വിഷയത്തിൽ ബേജാറാവണായത് ആയങ്ക നാളത്തെ നാള് ഞങ്ങളത് എങ്ങനെ ഉണ്ടു ചൊല്ലുക, ഈ പ്രപഞ്ചത്തിൽ ചൊല്ലുക സാധ്യമില്ലാത്തത്. ഇത് എവിടെ എത്തുകൊണ്ട് കേട്ടെങ്കിൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരടുന്നുണ്ട് മദീനത്തെയും ഖൈബറുടെയും ഇടയിലിന് സാധാരണ 150-200 കിലോമീറ്റർ വിശാലമായ പ്രദേശത്തിൽ നിന്നാളും മാറുക. ഈ ഭൂമിയിൽ ഫിത്ന ഉണ്ടാവില്ല. മദീനത്തേക്ക് ദജ്ജാലുടെ ഫിത്ന സമയത്ത് എത്തില്ല ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇണ്ട് കണ്ടോട്ടുള്ള ഇറാഖിൻ്റെതാവട്ടു, ഫലസ്തീൻ്റെതാവട്ടു, അഫ്ഗാനുടേതാവട്ടു, അതല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രത്തെ സാമിന്റെ പിന്നെ സിറിയത്തേതാവട്ടു, ഈജിപ്തിൻ്റെതാവട്ടു, ഏതൊരു രാജ്യത്തും യക്ഷണം ചെയ്യേണ്ട എല്ലാ ബലാത്തും മുസീബത്തും ഉള്ളത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടുള്ള നിങ്ങളച്ചനാക്കി നോക്കറോള. എന്തുകൊണ്ടെങ്ങനായിട്ട്
അറേബ്യൻ സാമ്രാജ്യത്തിൽ അറബി കൺട്രിയിലായിട്ട് ഇതെല്ലാം വീണ്ടും നടന്നുകൊണ്ടുള്ളത്. അമേരിക്കത്തോണും വന്നൊരു ബോംബ് ചൊരിക്കുന്നതും യഹൂദിമാർക്കും വന്നൊരു ബോംബ് ചൊരിക്കുന്നതും പരസ്പര ഉഗ്രവാദത്തെ പേരൊളിച്ചെന്ന ചിത്രമോ പള്ളിയും മദ്രസത്തും അതേപോലെ മക്കളെയും കൊന്നൊടുക്കൊണ്ടുള്ളത് ദക്ഷിണവും നടന്നുകൊണ്ടുള്ളത് എന്റെ അറേബ്യക്ക് സാമ്രാജ്യത്തിൽ. എന്തുകൊണ്ടങ്ങനെ എത്തിക്കുന്ന ആലോചനാക്കി ചക്രമുണ്ടെന്നങ്ങ എന്തുകൊണ്ടങ്ങനെ ആയിട്ട് ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു ഫലക ചൊല്ലട ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. കടലിലും കരയിലും ക്ഷോഭയുണ്ടാവുന്നത്, ഫിത്നയുണ്ടാവുന്നത്, രക്തച്ചൊരിച്ചിലുണ്ടാവുന്നത് മനുഷ്യക്ക് കർമ്മഫലമായിട്ട് കിടച്ചെന്നൊരു പടച്ചതമ്പുരാനെ പരിശുദ്ധ ഖുർആനിൽ ചൊല്ലട. ഞങ്ങളെ ഒന്ന് കാൽക്കുലേഷൻ ആക്കി നോക്കിയുള്ളോ, ഞങ്ങൾക്കൊന്ന് മാർക്കിട്ട് നോക്കിയുള്ളോ. ബഹുമാനപ്പെട്ട ജഫ്രി തങ്ങളെന്നപ്പെട്ട നടപ്പാക്കിയത് പോലെ ആരാർക്ക് കൈകാട്ട കാണുമെന്നുള്ളൂ, ആരാറ് എന്നോട് കാണുമെന്നുള്ളൂ, ആരാറ് ചിലടെ കാണുമെന്നുള്ളൂ. നീ ഏത് വ്യക്തിയെ ചിലടത്ത് ആ വ്യക്തി നിന്റെ കാണ ബലിവനായിട്ടിക്കൂ, നിന്റെ കാണ ചെറിയവനായിട്ടിക്കൂ, നിന്റെ കാണ സുമാറായിട്ടിക്കൂ, നിന്റെ കാണ നല്ലവനായിട്ടിക്കൂ. ഏതായാലും നീ ഇന്നൊരു മനുഷ്യരെ എന്നോട് സന്ദർഭത്തില് നീണൊന്നും നിന്റെ എണ്ണി നോക്കിരേ. നീ ഇന്നൊരു മനുഷ്യരെ പെഞ്ഞയുടെ എന്നോട് സന്ദർഭത്തിൽ നിന്റെ പെഞ്ഞയുടെ ഒന്ന് നോക്കിരേ. നീ നിന്റെ ഇന്നൊരു മനുഷ്യരെ മക്കൾ നീ എന്നോട് സന്ദർഭത്തിൽ നിന്റെ സ്വന്തം മക്കളെ ഒന്ന് നോക്കിരേ. നീ ഇന്നൊരു മനുഷ്യരെ ബാപ്പടയും ഉമ്മടയും എന്നോട് സന്ദർഭത്തിൽ നിന്റെ ഉത്തരങ്ങളെ നീ നോക്കിരേ. നീ ഇന്നൊരു മനുഷ്യരുടെ ഫാമിലിയുടെ എന്നോട് സന്ദർഭത്തിൽ നിന്റെ ഫാമിലിയുടെ ഉലകത്തിൽ എത്ര പുളുനാറിയോണ്ടുണ്ട്, എത്ര പുളി ചൊരിഞ്ഞോണ്ടുണ്ട് നീ നോക്കിരേ. അതേതും കാണ്ടില്ല. നീ കള്ളുകുടിച്ചെങ്കും അഞ്ചത്തെ പിറകിൽ പോയെങ്കും വ്യഭിചരിച്ചെങ്കും കട്ടെങ്കും ബഡ്ഡിയുടെ പിറകിൽ പോയെങ്കും നീനെപ്പോഴും നല്ലവണ്ടെ പോലെ, നീനെപ്പോഴും നല്ലവണ്ടെ പോലെ. ബാക്കിയെല്ലാവരും സുമാറ് നാണേ നല്ലവണോ, നാണേ നല്ലവണോ. മനുഷ്യ കേവലം 5 വക്ത് നിസ്കരിച്ചത് കൊണ്ടിട്ട് പള്ളിയിൽ വന്നിട്ട് അല്ലാഹുവെ സുജൂദിട്ടത് കൊണ്ട് നല്ലവനാവില്ല. പരിശുദ്ധ റമളാന് വന്നവർക്ക് നോമ്പ് പിടിച്ചത് കൊണ്ട് നല്ലവനാവില്ല. ഹജ്ജിക്ക് പോയത് കൊണ്ടിട്ട് മാത്രം നല്ലവനാവില്ല. സകാത്ത് കൊടുത്തത് കൊണ്ടിട്ട് മാത്രം നല്ലവനാവില്ല. മനുഷ്യരെ നല്ലത് ചെല്ലത് നിന്റെ കൽബുടെ ഉൽഗത്തിൽ നിന്നിട്ട് തുടങ്ങണായത്. നിന്റെ കൽബുടെ ഉൽഗത്തിൽ നിന്നിട്ട് പറയണം നല്ല തന ചെല്ലത്. ഈമാന് കാര്യ 6 ഉണ്ടല്ലേ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ നിങ്ങൾ പഠിച്ച മുഅ്മിനായ നിങ്ങളുമാർ. പരിശുദ്ധ ഈമാൻ കാര്യ 6 കാര്യമുണ്ട് ഈമാന്. അതിൽ ഒന്ന് അല്ലാഹുവിന്റെ മേലിൽ നിന്ന് അചഞ്ചലമായ വിശ്വാസാണ്ട് കണ്ടെങ്കിൽ, രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമാകപ്പെട്ട മലായികത്തിറങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അമ്പിയാക്കന്മാർ കൊടുത്ത ധർമ്മഗ്രന്ഥ, അതേപോലെ അന്ത്യനാൾ ഇതുപോലെ, അതേപോലെ അല്ലാഹുവിന്റെ മേലുള്ള ഖദറുണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതേ പ്രപഞ്ചത്തിൽ നടക്കുന്ന അചഞ്ചലമായ വിശ്വാസം. ഇങ്ങനെ 6 കാര്യം ഉണ്ടല്ലോ. അത് മനസ്സിൽ പേരിച്ചെങ്കും മയ്യാവില്ലടാ. അല്ലാഹുവിന്റെ മേൽ നിനക്ക് പരിപൂർണമായ വിശ്വാസം ഉണ്ട് ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയ സ്വറത്തെ ആക്കിയോണ്ട്, പടിപ്പാട്ടുകൾ ചെന്ന് പടിപ്പാട്ടിയ സ്വറത്തെ ആക്കിയോണ്ട് അല്ലാഹു വിരോധാക്കിയ സകലமான സ്വറത്തെയും വിരോധാക്കണമെങ്കിൽ മാത്രം അതുകൊണ്ട് അല്ലാഹുവിന്റെ മേൽ വിശ്വാസം ഉണ്ട്. പേര് അബ്ദുറഹ്മാൻ ചെന്നിട്ട്, അബ്ദുൽ ഖാദിർ ചെന്നിട്ട്, മുഹമ്മദ് ചെന്നിട്ട്, ഖദീജ ചെന്നിട്ട്, നഫീസ ചെന്നിട്ട്, ഫാത്തിമ, ആയിഷ ചെന്നിട്ട് പേര് വീച്ചത് കൊണ്ട് വയ്യാവില്ല. ആ സ്വഭാവ ശൈലിയും മനുഷ്യരുടെ മേൽ ഉണ്ടായിട്ടേ തീരൂ. അള്ളാഹുടെ മേൽ നിനക്ക് വിശ്വാസമുണ്ടോ പടച്ചതമ്പുരാൻ ഉറുത്താണ്ട് ചെന്നങ്ങ് വയ്യാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മേൽ കൽപ്പിച്ച എല്ലാ സ്വറത്തെയും മാക്സിമം നീ ആക്കിയിട്ടേ തീരൂ. പടച്ചതമ്പുരാൻ വിരോധാക്കിയ എല്ലാവിധ കർമ്മത്തെയും സമ്പൂർണ്ണമായിട്ട് വിരോധാക്കിയിട്ടേ തീരൂ. നിങ്ങൾ നോക്കുള്ള ഇന്ത്യച്ചിനം മുസൽമാൻ ജണ്ട് മുഖയിന്നെങ്ങ യാറ മുസ്ലിം അടങ്ങും ജണ്ട് മുഖയിന്നെങ്ങ. ഇസ്ലാമുള്ള ഒരേ മുഖമുള്ളത് മനുഷ്യരുടെ മുഖമുണ്ടല്ലത് ഒരു മുഖമായിട്ട് കിട ഇസ്ലാമുള്ളത്. ഇണ്ട് നിങ്ങളുടെ റായത്തിൽ നിങ്ങളുടെ പരിസരത്തിൽ എന്ത് കയറും ഞങ്ങമേ സ്വന്തം ഒന്ന് ആലോചനാക്കി നോക്കിയവരോ. ഞങ്ങൾക്ക് ജണ്ട് മുഖമുണ്ട്. ഒന്നാമത്തെ മുഖം ഏത് ഉണ്ട് തരികടാ. പടച്ചതമ്പുരാന്റെ പള്ളിയുടെ ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ പള്ളിക്ക് പോണ്ട, അവിടെ നിസ്കരിക്കടാ. നോമ്പ് വന്നപ്പോ പരിശുദ്ധമാകപ്പെട്ട റമളാനുടെ 30 നോമ്പ് പിടിക്കടാ. സകാത്ത് മാക്സിമം കൊടുക്കുന്ന പ്രയത്നാക്കടാ. ഫിത്ർ സകാത്ത് അവന് കൊടുക്കാണ്ടിക്കില്ല. കാസിന്നത് കൊണ്ട് ഹജ്ജും കൊണ്ട. ഇങ്ങനത്തെ സകലமான സത്കർമ്മവും അവനൊക്കെയുള്ള
ഇന്നൊരു മുഖമാ. അതേപോലെ ആ ഒന്നാമത്തെ മുഖമുണ്ടല്ലേ, പള്ളിക പോണ്ടവിടെ കാണുമ്പോ ഞങ്ങൾ പേര് കിടന്നു അൽഹംദുലില്ലാഹ്, എന്തോരു നല്ലൊരു മനുഷ്യനാണ്. അവിടെ കാണുമ്പോൾ പള്ളിക്കെത്തിട്ടായിട്ട് നിസ്കാരല്ല കഴിഞ്ഞാൽ പിന്നെ തെമ്മലേട്ടായിട്ടാണ് പള്ളിയുടെ പരുത്തുക കൊണ്ടത്. റമളാൻ എന്തോരു ഇബാദത്തുണ്ടത്. എത്ര നേരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണവണ്, എത്ര നേരം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കണവണ്. അതേപോലെ എത്ര സദഖ കൊടുക്കണ, എന്തോരു നല്ലൊരു മനുഷ്യ. ഒരു സദഖ ഹജ്ജ് കൊണ്ടവണ്, ഒരു സദഖ ഫാമിലി സഹിത ഉംറക്ക് കൊണ്ടവണ്. ഇങ്ങനെ എല്ലാ നല്ല നല്ല ജാഗ്രത അവന്റെ കാണ്ട് മേൽനോട്ടത്തിൽ അവിടെ നോക്കുമ്പോ ആറും നമ്പി പോവർ. നല്ല ഗുണോ നല്ല ഗുണോ നല്ല ഗുണോ പടച്ചവനേ. അവന്റെ രണ്ടാമത്തൊരു മുഖമുണ്ടോ, അത് എല്ലാവർക്കും ഉണ്ടാവില്ല. പള്ളിക്ക് പോയിട്ട് ഏത് നാവ് കൊണ്ടിട്ട് പരിശുദ്ധ ഖുർആൻ ഓതിയണ, അതേ നാവ് കൊണ്ടിട്ട് പുറത്ത് വന്നിട്ട് പടച്ചതമ്പുരാനെ ഇഷ്ടപ്പെടാത്ത ഗീബത്ത് ചൊല്ലു തുടങ്ങടാ. ഏത് നാവ് കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റും തസ്ബീഹും ചൊല്ലണ, അതേ നാവ് കൊണ്ടിട്ട് പുറത്തേക്ക് പോയപ്പോ ആരെയും ഫിത്നയും ഫസാദും ആക്കടാ. ഏത് നാവ് കൊണ്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലെ സ്വലാത്ത് ചൊല്ലണ, അതേ നാവ് കൊണ്ട് പടച്ചതമ്പുരാനെ കഠിനമായിട്ട് വിരോധിച്ച കളവും പുറത്തു വന്ന് ചെല്ലടാ. ഏത് ബായി കൊണ്ടിട്ട് പടച്ചതമ്പുരാനെ ഇഷ്ടപ്പെട്ട ഹലാലായത് തിന്നിടണ, അതേ ബായി കൊണ്ടിട്ട് അല്ലാഹു ഹറാം ആക്കിയതും അവനെ തിന്നടാ. അവന്റെ ആളുമാർക്കും അവനെ തിന്നുപാട്ട, അവന്റെ പെഞ്ഞേക്കും അവനെ തിന്നുപാട്ട, മക്കൾക്ക് തിന്നുപാട്ട. പള്ളിക്ക് കൊടുക്കരുത്, ദീനിക്ക് കൊടുക്കരുത്, പാവത്തോണ് കൊടുക്കരുത്. ഒന്ന് ബട്ടിന് കിട്ടിക്കോ, ഏതെങ്കിലും ബെറ്റിംഗ് കളിച്ചതാ കിട്ടിക്കോ, ക്രിക്കറ്റ് ബെറ്റിംഗിൽ കിട്ടിയ കാസായിട്ടിക്കോ, ലോട്ടറിയിൽ കിട്ടിയ കാസായിട്ടിക്കോ. കളവ് ചെന്നിട്ട് വഞ്ചനാക്കിട്ട് അതേപോലെ മനുഷ്യന്മാരെ കണ്ണുക മണ്ണിട്ടിട്ട് ഡോങ്ങിയാക്കിട്ട് കിട്ടിയ കാസായിട്ടിക്കോ. ഇങ്ങനെ ഹറാമായ രൂപത്തിലായിട്ടിക്കോ കൊടുക്കുന്നത്. പിറകിൽ എന്നെ വഞ്ചന നമുക്ക് തെരിയാത്ത രൂപത്തില്. അതേപോലെ മനുഷ്യ ഏത് കാത് കൊണ്ടിട്ട് വാലുകെട്ടിറമാ, ഏത് കാത് കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനുടെ ശബ്ദം കേട്ടിറമാ, ഏത് വായേത് കാത് കൊണ്ടിട്ട് പടച്ചതമ്പുരാന് പൊരുത്തപ്പെട്ട നല്ല നല്ല സ്വരത്തനങ്ങൾ കേട്ടിറമാ, ഏത് കാത് കൊണ്ടിട്ട് മരണത്തെ ചരിത്രം കേട്ടിറമാ, അതേ കാത് കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത ആറാറ് ഇന്നോട്ടികളുടെ കുറുഫാത്തും അതേപോലെ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും അതേ കാത് കൊണ്ടോന്ന് കേൾക്കട. ഏത് കണ്ണു കൊണ്ടിട്ട് ഖുർആൻ ഓതിയണ, ഏത് കണ്ണു കൊണ്ടിട്ട് ദിക്റും തസ്ബീഹും ഓതിയണ, ഏത് കണ്ണു കൊണ്ടിട്ട് പടച്ചതമ്പുരാന്റെ കഅബാലയത്തെ നോക്കിയണ, ഏത് കണ്ണു കൊണ്ടിട്ട് അല്ലാഹു ഇഷ്ടപ്പെട്ട സത്കർമ്മത്തെയും അതേപോലെ ഏതെല്ലാം നല്ല നല്ല ജാഗ്രമുണ്ട് അതെല്ലാം നോക്കിയണ, ഏത് കണ്ണു കൊണ്ടിട്ട് ഉമ്മടെയും ബാപ്പടെയും അലിമ്യങ്ങളെയും സാദാത്യങ്ങളെയും കണ്ണുകൊണ്ട് നോക്കിയണ. തെല്ലു നേരായപ്പോ അതേ കണ്ണുകൊണ്ട് പടച്ചതമ്പുരാനെ പൊരുത്തപ്പെടാത്ത ഹറാമ്യത്ത് നോക്കിയ, നിന്നെ പിക്ചറും ഡാൻസും കളിയും നോക്കിയ, നിന്നെ സീരിയലും നോക്കിയ, വേണ്ടാത്ത വരണഗ്ന രൂപത്തിൽ നിന്ന് ആണുടെയും പെണ്ണുടെയും ഫോട്ടോയും അതേപോലെ വീഡിയോ നോക്കിയിട്ട് ചിരിച്ച സന്തോളപ്പെട്ട അതേ കണ്ണുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്ത ഹറാമിയത്ത് കണ്ട. ഈ രൂപത്തിൽ മനുഷ്യക്ക് രണ്ടു മുഖം, ഒരു മുഖം നല്ലതും പിന്നൊരു മുഖം അതേ മുഖത്തിലായിട്ട് പിന്നൊരു ബടകസറമാക്കണത്. ഏത് കൈ കൊണ്ടിട്ട് സദഖ കൊടുക്കടാ, അതുകൊണ്ട് കൈ കൊണ്ടിട്ട് ഹറാമിയത്തിനും അവന് കൊടുക്കടാ. ഏത് കൈ കൊണ്ട് നല്ലത് സമ്പാദനാക്കിയണ, അതേ ഹറതേ കൈ കൊണ്ട് ഹറാമിയത്തും സമ്പാദനാക്കടാ. ഏത് കാള് കൊണ്ടിട്ട് നല്ലതൊക്കെ നടന്നണ. പടച്ചതമ്പുരാന്റെ പള്ളികാവട്ടോ, വാഴതറ മജ്ലിസുകാവട്ടോ, മദീനത്തിൽ മക്കത്തേക്ക് പോയിട്ട് നടന്നതാവട്ടോ, സഫാ മർവത്തെ ഇടൽ സഹിയാക്കിയതാവട്ടോ, ഏതെല്ലാം ജാഗിൽ നല്ല നടത്ത നടന്നണ. അതേ കാള് കൊണ്ട് റായത്തുൽ ഹറാമായ കളി നടക്കുന്ന സന്ദർഭത്തില് നിസ്കാര ഇല്ല, പടച്ചതമ്പുരാന്റെ പ്രജ്ഞ സമയത്ത് ഇല്ലാണ്ട് ടൂർണമെന്റ് നടക്കുന്ന സന്ദർഭത്തില് വോളിബോളും ഫുട്ബോളും ക്രിക്കറ്റും കളി നടക്കുന്ന സന്ദർഭത്തില് സുബൈയുടെ മോന്തിത്തോളം മോന്തിര സുബൈത്തോളം അതേ കാള് കൊണ്ട് നടന്നവരോട് പോയിട്ട് കുതുക്കണതീക്കട. കണ്ടുകൊണ്ട് നിസ്കാര വേണ്ട, ഖുർആൻ ഓത്തു വേണ്ട, പള്ളി വേണ്ട, അതേ
നല്ലതാക്കിയ കാള് കൊണ്ടിട്ട് ഒരേ കാള് ബെടക്കാക്കടാ, നല്ല കൈ കൊണ്ടിട്ട് നല്ലതാക്കിയ കൈ കൊണ്ടിട്ട് ഒരേ കൈ കൊണ്ട് ബെടക്കാക്കടാ, നല്ലത് കണ്ട കണ്ണ് ഹറാമിയത്ത് കണ്ട, നല്ലത് കേട്ട കാതിൽ അല്ലാഹു പൊരുത്തപ്പെടാത്തതും കേൾക്കടാ, നല്ലത് ചെന്ന നാവുകൾ ബെടക്കും ചെന്നോണ്ടിക്കടാ, നല്ല വ്യവഹാരാക്കിയതിൽ ബെടക്ക് വ്യവഹാരമാക്കടാ, നല്ലതും ബെടക്കും മിക്സ് ആക്കി കൊമ്പോണ്ട സമ്പ്രദായ ചണ്ടുമുഖ എപ്പ ഈ സമുദായത്തിക്ക് ബന്ധ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം ഈ സമുദായത്തെ നഷ്ടപ്പെട്ടു പോയത് അല്ലേ? എന്ത് റെസ്പെക്ട് ഇന്നുള്ള ഒരു കാലത്ത് മുസ്ലിംസ് അല്ലേ? എത്ര റെസ്പെക്ട് എന്ത് ബാരിഡെങ്ക്, എത്ര ചന്തത്തിൽ ഇന്നൊരു ഹിന്ദു മുസ്ലിം ക്രൈസ്തവ എന്ത് ചന്തത്തിൽ ഇളങ്ങ മൂത്തങ്ങളെ പോലെ കൊടുത്തോണ്ടും എടുത്തോണ്ട് ഒരു സംബന്ധത്തങ്ങളെ പോലെ ഇന്നൊരു കാളയത്ത് ഇണ്ടത്തെ അവസ്ഥ അല്ല. ഇതിൽ മൈക്കിലുള്ള ചെളുടെ ബിസി അല്ല, ഇണ്ടത്തെ അവസ്ഥ എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്ത് എന്ത് ഞങ്ങൾ ആലോചനാക്കില്ല. നിങ്ങൾ നോക്കിയുള്ളൊരു ഫലസ്തീനുടെ മുസ്ലിമിങ്ങളെ ബസ് നോക്കിയുള്ളവർ പടച്ചവനെ ദയനീയ പരിസ്ഥിതി ആയിട്ട് ഇങ്ങനെ ഫലസ്തീനിലുള്ളത് കറണ്ട് ഇല്ല, ബൽഗിയുടെ വ്യവസ്ഥയില്ല, കുടിക്കടത്തന്നിയുടെ വ്യവസ്ഥയില്ല. പടച്ചവന് ഇന്റർനെറ്റ് സമയത്തെ കട്ടാക്കി വെച്ചിട്ടായത് അവിടെ യന്ത്രം നടക്കെടുത്തിന്റെ പുറത്താൾമാർക്ക് ഗുണ്ടാവാത്ത രൂപത്തില് മറുന്നില്ല, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട പരിസ്ഥിതി ഇല്ല. അല്ലാഹുവേ ഉടുക്കൊരു ഡ്രസ്സിന്റെ വ്യവസ്ഥയില്ല. പടച്ചവന് ഉണ്ണുകൊരു നേരാത്ത ആഹാരത്തെ വ്യവസ്ഥയില്ല. തമ്പുരാന് പട്ടി വെച്ചിട്ട് കേവലം ധൂളുടെയും മണ്ണുടെയും വിഷലിപ്തമായ ബോംബുടെ ശബ്ദത്തിലും മധുര ഓക്സിജനിലുമുണ്ട്. മനുഷ്യന്മാരും മരിച്ചുകൊണ്ടുള്ളത് ദൈനംദിനം നൂറുകണക്കിൽ ആളുമാർ യക്ഷംസം മരിക്കരുത്. അല്ലാഹു 7000 8000 ചില്ലര ആളുമാർ ജീവ പോയിട്ടായത് 4000 ആളും മാറും ചെറിയ ചെറിയ മക്ക മാത്ര. 4000 ചില്ലര ആളും മാറും മക്ക മാത്ര. ഒന്ന് ആലോചനാക്കണായതല്ലേ അല്ലാ. മക്ക സമയത്ത് 3 വർഷം 4 വർഷത്തെ മക്ക സമയത്ത് ജാഗു ഉറങ്ങടക്ക് ജാഗയില്ലെങ്കിൽ ഉറങ്ങട ജാഗയില്ലെങ്കിൽ ബസ് സ്റ്റാൻഡില റോഡ് സൈഡില പൊളിഞ്ഞിട്ട് പോകുന്ന ബോംബുടെ കാരണത്തിൽ പൊളിഞ്ഞിട്ട് പോകുന്ന ധൂളിപ്പെട്ടായ ബിൽഡിങ്ങിന്റെ സൈഡിൽ മൂത്ത് കിടക്കട സന്ദർഭത്തില് റോഡിൽ പോകുന്ന കിടക്കട സന്ദർഭത്തില് മക്ക ഉമ്മടലും ബാപ്പടലും വസിയത്താക്കട ഉമ്മ സുബഹിക്ക് നാണില്ലാണ്ടായങ്ക നന്റെ ചെറുപ്പട ഇന്നാലിന്നങ്ങ് കൽകി കൊടുക്കറോ, നന്റെ അതേപോലെ നന്റെ ഡ്രസ് ഇന്നാൾക്ക് കൊടുക്കറോ, കുഞ്ഞപട മക്കൾക്ക് കൊടുക്കറോ, നന്റെ ചട്ടട മൂത്തപട മക്ക കൊടുക്കറോ, ചെറുപ്പട നന്റെ കാക്കട മക്കൾക്ക് കൊടുക്കറോ. ഈ രൂപത്തിൽ 3-4 വർഷം കൊഞ്ഞനാവുള്ള പളക്കപ്പരുടെ പൊടി പൊടി മക്ക സമയത്ത് ജാഗു ഉറങ്ങട സന്ദർഭത്തിൽ ഉമ്മടെ അരികെ പിടിച്ചത് ഉൾപ്പെട്ടിട്ട് വസിയത്താക്കടത് മരണം മാത്രം കണ്ടുകൊണ്ടുള്ളത്. സുബഹിയുടെ സൂര്യോദയത്തെ കാണ്ട ധൈര്യമില്ലാത്തൊരു കൂട്ടമക്ക പടച്ചവനേ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പുറത്ത് കുന്നുകണ്ട് ഒരു ഗോണി പിടിച്ചിട്ട് മക്ക ഒരു മനുഷ്യ ഒരു വയസ്സായ മനുഷ്യ ബിൽഡിങ്ങിന്റെ ഇടലിനിടെ പിടിച്ചിട്ട് തേടി പിടിച്ചിട്ട് ബിൽഗോണിക്ക് നിറച്ചുകൊണ്ടുണ്ട്. ഞാൻ ആലോചനാക്കിക്കൊണ്ടുള്ള ഇങ്ങനെയുള്ള പൊടിയായിട്ട് സർവനാശായിട്ട് പോയ ജാഗില് ഇയാളെന്തേ ഗുജിരി പിറക്കിക്കൊണ്ടുള്ളമാ, പ്ലാസ്റ്റിക് പിറക്കിക്കൊണ്ടുള്ളമാ, എന്ത് പണി ചെന്ന് ആലോചനാക്കുന്ന സന്ദർഭത്തിലല്ല ആ മനുഷ്യ തേടി പിടിച്ചിട്ട് ഗോണിക്കിട്ട് നിറച്ചുകൊണ്ടുള്ളത്. എത്രയോ ചെറിയ ചെറിയ കുഞ്ഞിക്കൈയും കാളും തലയും അത് കൊടലും കറലും ഇതെല്ലാം കിട്ടിയത് ഉടനെയും മൂടിനും പിറക്കിട്ടിയാൽ ഗോണിക്കിട്ട് നിറച്ചുകൊണ്ടുണ്ട്. ശരീര പൂർത്തിയുള്ള ഒരു കാളംശ സമയത്ത് ഇല്ലാണ്ട് പ്ലാസ്റ്റിക്കിടെ കണ്ട പോലെ പൊടി പൊടിയായ ജീവത്തെ ചെറിയ ചെറിയ മക്കളെ കുഞ്ഞുമക്കളെ മയ്യത്തിനെ കണ്ടെത്ത് കൊമ്പോയിട്ട് ഗോണിക്കിട്ട് നിറച്ചുകൊണ്ടുണ്ട്. അല്ലാഹു ഇന്നൊരു മനുഷ്യരുടെ ഒരു വീഡിയോ കണ്ടപ്പോ പിന്നെയും മണ്ണ് വെറുതെ വന്നു പോയിട്ട് പടച്ചവനെ ആ ബിൽഡിംഗ് പൊടിയായിട്ട് 3 നാളായിട്ട് ബാപ്പ തേടിയോണ്ടും മക്ക ഇക്കട സാധ്യത ഉണ്ട് ചെന്നിട്ടോ ഒരു റൂമുടെ ഉയരത്തിലതാ പൊളിഞ്ഞു പോയ ബിൽഡിംഗിന്റെ അടിയിൽ പില്ലറിന്റെ അടിയിൽ ബാക്കി അങ്ങോട്ട് പൊടിയായ ഒരു കിടാവ്. അല്ലാഹു ആ കിടാവുടെ മുട്ടത്തിലുള്ള 2 വർഷ വയസ്സിന് പിന്നൊരു കിടാവ്, ഒന്ന് കിടാവ് മരിച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ ഇന്നൊരു കിടാവ് 3 നാളും മരിച്ചിട്ടില്ല. പടച്ചവന് കിടാവത ബായിക്ക് കുടിക്കൊക്കെ തണ്ണി കേട്ടപ്പോ പാപ്പടല് കൊടുക്കൊക്കെ തണ്ണിയില്ല മനുഷ്യ. അല്ലാഹുവേ കിടാവിടെ ഇങ്ങനെ ഇറങ്ങി പിടിച്ചപ്പോ ബാപ്പ നാവ് നീട്ടിയപ്പോ ബാപ്പട നാവിടെ ഉജുമ്പിയോണ്ടുണ്ട് കിടാവ് എത്രത്തോളം ദയനീയ പരിസ്ഥിതി നോക്കിയുള്ളവർ ഇന്നൊരു മയ്യത്ര കണ്ടപ്പോ
ഉമ്മ പൊടി പൊടിയായിട്ട് ചോരൽ ഒഴുകിക്കൊണ്ടുണ്ട്. മുകളില ചോര ഒഴുകിട്ടുള്ള മയ്യത്തായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ചെറിയ കുഞ്ഞിക്കിടാവ് 1 വർഷം വയസ്സുമാവല കുരിപ്പ് ചെറിയ കുഞ്ഞിക്കിടാവിടെ ആ മയ്യത്തിന് മേളിൽ വെച്ചപ്പോ ഉമ്മയുടെ മുഖത്തിൽ നിന്ന് ചോരയുടെ കിടാവ് നോക്കിക്കൊണ്ടുണ്ട്. മനുഷ്യ കുടിക്കൊരു മലപ്പാലില്ല. ഒരു തന്നെ സമയത്ത് ബായിക്ക് പീത്തൊക്കെ തീരാത്ത ദയനീയ പരിസ്ഥിതിയില് ആ 1.5 വർഷ വയസ്സിന്റെ കുഞ്ഞിക്കിടാവ് ഉമ്മയുടെ മുഖത്തിൽ ഒഴുകിക്കൊണ്ടുള്ള ചോരയുടെ നക്കിടുണ്ട് കണ്ടെങ്കിൽ അവിടെ ഇന്ന ആളുമാരെ പരിസ്ഥിതി എവിടെ എത്തിരിണ്ടും ആലോചനാക്കി നോക്കിയുള്ളവരോടാ. അല്ലാഹുവേ, അസറാവുടെ സന്ദർഭത്തിൽ വലിയ മക്കളിൽ ചെറിയ മക്കൾ എന്റെ പേര് എഴുതി ചെന്നിട്ട് കയ്യിലും അവിടെയും പെണ്ണില് പേരെഴുതുക വേണമായിട്ട് നിങ്ങളുടെ റായത്തിൽ പച്ചക്കുത്തുള്ള അഹങ്കാരിമാരായ ആളുമാര് ആ രൂപത്തിൽ പെണ്ണിൽ എഴുതുക എന്റെ പേരെഴുതി എന്നിട്ട് എന്തൊക്കെ തെരിയണ സെക്കൻഡ് ഒഴുകത്തിൽ നിന്റെ മൗത്ത് വെറുണ്ട് ചൊല്ലുക സാധ്യമില്ല. ബിൽഡിങ്ങിടെ അടിക്ക് പോകുന്നതാണ് പൊടി പൊടിയായപ്പോ നിന്റെ ഉത്തരക്കും നിന്റെ കുടുംബത്തിനും ഇത് ഇന്നാലിന്ന മയ്യത്ത് ചെന്നത് നിന്റെ മയ്യത്ത് ചെന്നത് പരീക്ഷ കിട്ടുക വേണമായിട്ട് നിന്റെ പേര് എഴുതലാ ചെറിയ മക്ക വലിയ മക്കളിൽ പേരെഴുതി പാട്ട് കണ്ടെങ്കിൽ പരിസ്ഥിതി എവിടെ ഉണ്ടോണ്ട് ആലോചനാക്കളോ മനുഷ്യരെ. നിങ്ങളെ മക്കളെ സ്ഥാനത്ത് ആ മക്കളെ ഒന്ന് സങ്കല്പിച്ചു നോക്കുകളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര അനുഗ്രഹം തന്നറാണ്ട് ഒന്ന് അടുത്താക്കുക. ഫലസ്തീന്റെ ഇന്നത്തെ ദയനീയ പരിസ്ഥിതി മഹിമോണ്. പടച്ചവന് ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് നീ വിജയം നൽകി അല്ലാഹ്. ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് നീ ഫതഹ് നൽകണേ നാഥാ. പടച്ചവനെ ഫലസ്തീനിന്റെ മുസ്ലിമീങ്ങളിൽ മരിച്ചുപോയ ഞങ്ങളെ ശുഹദാക്കളെ കൂട്ടത്തിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടു അല്ലാഹ്. ഫലസ്തീനിന്റെ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ആ അടിയായ കൈക്കാളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് ഹോസ്പിറ്റലിലും മരുന്ന് സമയത്ത് ഗതിയില്ലാണ്ട് കഷ്ടപ്പെടുന്നോണ്ടിരുന്ന ആളുമാരെ നമ്പറത്ത് നീ ശിഫയാക്കുവല്ല റബ്ബേ. നഷ്ടപ്പെട്ടു പോയ ഉമ്മക്ക് ആ മക്കളെ സ്വർഗ്ഗത്തിൽ ഉമ്മക്കും ഉമ്മടിയും അപ്പടിയും സ്വർഗ്ഗത്തിൽ നീ തിരിച്ചു കൊടുക്കുക അല്ലാഹുവേ. ഫലസ്തീനിടെ ആളുമാരെ നശിപ്പിക്കണേ. യഹൂദികളെ ശർദ്ദ നീ നാശാക്കുക. യഹൂദികൾക്ക് നിന്റെ ഭാഗത്ത് അദാബ് ഇറക്കി കൊടുക്കണേ നാഥാ. ഇതെല്ലാം ചെറുടി എന്ത് കേണ്ടി കെട്ടുക മനുഷ്യരെ. നമുക്ക് ഞങ്ങളെ റായത്തിൽ ചില ദുആരക്കുക മാത്രം തീരുവല്ലാണ്ട് നമുക്ക് ആമീൻ ചൊല്ലുക തീരുവല്ലാണ്ട് പിന്നെ എല്ലാം ബിസിയത്തിലും നിങ്ങൾ ഹെൽപ്ലെസ് ആയിട്ടുള്ള കാലാ. ഞങ്ങൾക്കതിൽ പാട്ടുണ്ട് മനുഷ്യ, ഞങ്ങൾക്കതിൽ പാട്ടുണ്ട് മോളെ. ഇത് ഫലസ്തീന് ഫസ്റ്റ് എയ്ഡും അല്ല, ഫലസ്തീന് ലാസ്റ്റുമല്ലടാ. ഇവരെ കാണുമ്പോൾ എത്രമോ മുസ്ലിമിനങ്ങൾ കഷ്ടപ്പെടുന്ന എത്രമോ ചരിത്രം ഞങ്ങളുടെ കാലം ഞങ്ങള് പണ്ടത്തെ കാലത്തിലുണ്ട്. ഇന്നും മുടങ്ങി തീർവേണ്ടി പേരിക്കണ്ട. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലര് യക്ഫുറുൽ ഹറജു വൽ മറജു ഖിയാമത്ത് നാളെ അവിടെ കാലത്തില് ചോരക്കളിയും അതേപോലെ കൊള്ളൊടുത്തും ഹത്യയും യാറായും ഉണ്ട് പറോ. നാണ് ഫസ്റ്റ് കൊന്ന് നടപ്പാക്കില്ലേ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. അല്ലാഹുവിന്റെ ഹബീബ് ചരുടെ നന്റെ മദീനത്തെയും ഖൈബറുടെയും ഇടലിന്റെ ജാഗൽ ഒരു ഫിത്നയും ഉണ്ടാവില്ല. സ്വഹാബത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കാളമുണ്ട്. യമൻ മുസ്ലിമിടങ്ങളെ അധീനത്തിലേക്ക് പണ്ട കാളമുണ്ട്. ഈജിപ്ത് മുസ്ലിമിടങ്ങളെ അധീനത്തിലേക്ക് ആ പണ്ട കാളമുണ്ട്. സാമും സിറിയയും ഇതുപോലത്തെ കുറെ റായത്തെ പേര് ചെന്നിട്ട് അങ്ങനെ ചെന്നപ്പോ മദീനത്തെ മുസ്ലിമീങ്ങള് അവിടെ സൗകര്യമുണ്ടോ സ്വത്തുണ്ടോ എന്നങ്ങ് കെട്ടിപ്പോയി ചെന്നിട്ട് ആ റായത്തിന് നിങ്ങളെ റായത്തെ വളസ പോവണ്ട. അണ്ടത്തെ കാലത്ത് നന്റെ മദീനമേ ഖൈറായിട്ട് കിടണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങണ്ടേ ചെന്നത് ഇതുകൊണ്ട് തീരില്ലടാ. ഇന്നും മുസീബത്ത് മുസ്ലിം സാമ്രാജ്യത്തേക്ക് പണ്ടതിൽ ഡൗട്ടേ വേണ്ട. എവിടുത്തോളം തിരിയണ അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഅബാലയുണ്ടല്ലേ, അതര സമയത്ത് ഒരു കാലത്തില് യഅജൂജ് മഅജൂജിന്റെ മുഖാന്തര ഓരോരോ കല്ലും പൊടിയാക്കിട്ട് അതേപോലെ ലൈനങ്ങ നിന്നിട്ട് വലിച്ചിട്ട് അറബിക്കടലിൽ ജിദ്ദത്തെ കടലിൽ കുമ്പോടി ഒരു കാലപുരു ചെന്നിട്ട് പണ്ടേരക്ക് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട് വീച്ചത്. ഈ സന്ദർഭത്തിൽ എല്ലാ ഫലസ്തീനുടെ മുസ്ലിമുകളെയും ഒന്ന് കേട്ടു നോക്കുള്ളോ, ഒന്ന് തിരിഞ്ഞു നോക്കുള്ളോ. ഈ സന്ദർഭത്തിലല്ല നല്ലങ്ങാറുള്ളറാ അങ്ങ് നാളെ മരിച്ചൽ പിന്നെയും അങ്ങ് സലാമത്തായറ നല്ലവണല്ലേ, മരിച്ചത് കൊണ്ടു നാളെ രക്ഷപ്പെടുക പോകില്ല. നിങ്ങൾ അർത്ഥാക്കണായ പളക്കാതെ എത്തിക്കട നല്ലോണം എപ്പ എങ്ങനെ മരിച്ചെങ്കും ആരെങ്കിലും കൊന്നിട്ട് മരിച്ചെങ്കും കൊള്ളാണ്ട് മരിച്ചെങ്കും ഉഷാർ ഇന്നിട്ട് മരിച്ചെങ്കും ഇല്ലാണ്ട് നല്ലോണം മരിച്ചെങ്കിൽ എങ്ങനെ മരിച്ചെങ്കും ആഖിറത്തിൽ അവൻ ഉന്നത സ്ഥാനം കിട്ടറ്. ബെടക്കായ മനുഷ്യനാ, കൊന്നത് കൊണ്ടിട്ട് ആരെങ്കിലും അടിച്ചത് കൊണ്ടിട്ട് അവന് ദുനിയാവിലും നമ്മളെ ആറ് അനുഭവിച്ചാട്ടല്ലാണ്ട് ആഖിറത്തിൽ അവനക്ക് ചെമ്മ ഫല കിട്ടലാത് കൊണ്ടിട്ട് അടുത്താക്കൾ ഒരു ബാലക്കാരാ. ഇന്ത്യ ചെല്ലുന്ന ഈ സുന്ദരമായ ഞങ്ങളുടെ ദേശത്തില് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ബാങ്ക് കൊടുക്കുന്ന സകല സൗകര്യമുണ്ട്. പടജതമ്പുരാൻ പള്ളിയിൽ നിസ്കരിക്കുന്ന വ്യവസ്ഥ ഞങ്ങളുടെ റായത്തിലുണ്ട്. എന്ത് അതേപോലെ യാത്ര പോണ്ട് പോലത്തെ പെണ്ണിങ് നിസ്കാരം ആയിരണ്ടാ ഞങ്ങളുടെ റായത്തിൽ ഇങ്ങനെ പോയോണ്ടിക്കണ സന്ദർഭത്തില് നിസ്കരിക്കണ സന്ദർഭ നിസ്കാരത്തെ സമയായപ്പോ റബ്ബേ ഞങ്ങളെ റായത്തെ ഹൗദിലെ തണ്ണി എടുത്തിട്ട് ടാങ്കിലെ തണ്ണി ഉപയോഗാക്കിട്ട് ഞങ്ങളെ റായത്തെ മണ്ണിലങ്ങ ഒലുവെടുത്തിട്ട് ഞങ്ങളെ റായത്തെ പള്ളിയിൽ പടച്ചറബുക നിസ്കരിക്കുക പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വെച്ചാറുമുടവികത്തില് ഒന്നങ്ങനെ സുജൂദിട്ടങ്ക എന്തോരു ഭാഗ്യറബ്ബേ എനിക്ക് ചെന്നിട്ട് വേറിച്ചിട്ടല്ലേ. കണ്ണാടി കട്ടപ്പള്ളിയുടെ കമ്മിറ്റിയുടെ മെമ്പർമാര് റായത്തെ സകല ആളുമാരും സഹകാരത്തില് സുന്ദരമായ പെണ്ണിങ്ങ നിസ്കരിക്കുന്ന വ്യവസ്ഥ നോക്കിയത്. ഇതെല്ലാം ആലോചനാക്കുണായത് നല്ലങ്ങ ആവാണ്ട് രക്ഷപ്പെടുക സാധ്യയില്ല, നല്ലങ്ങ ആവാണ്ട് രക്ഷപ്പെടുക സാധ്യയില്ല. ഞങ്ങളെ ഈമാന് ഞങ്ങളെ മനക്കരുത്തുണ്ടല്ലേ അത് എത്രയും അറഗട്ടിയാകുന്ന പ്രയത്നാക്കണം. അത് അറുത്ത അള്ളാഹു കേവലം നമ്പെങ്കും അയ്യാവില്ലടാ. ആ ഒരുവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ട സിദ്ധാന്തം ഉണ്ടല്ലേ അത് മാക്സിമം നിങ്ങളെ ജീവിതത്തിൽ അളവടിക്കാകുന്ന പ്രയത്നാക്കണം. പാലക്കാരാ നിങ്ങളൊന്നു കേൾക്കട്ട, നീന് കെട്ടിയ അകനിക്കെന്തും ശാശ്വതല്ല, നിന്റെ പാപ്പ കെട്ടിയ അകനിക്ക് ശാശ്വതല്ല, നിന്റെ മക്ക കെട്ടിയ അകനിക്കെന്തും ശാശ്വതല്ല. പെണ്ണ് നിന്റെ കഴുത്തിൽ നിന്ന് ബംഗാറാവട്ടോ, നീട്ട് ഡ്രസ് ആവട്ടോ, നീ കിടന്നിറങ്ങിയോണ്ടുള്ള നിന്റെ പ്രൈവറ്റ് ബെഡ്റൂം ആവട്ടോ, നിക്കത് ശാശ്വത അല്ലടി പെണ്ണ്. ശാശ്വതമായിട്ട് കിടക്കുന്ന ഒരു ജാഗയുണ്ട് പള്ളിയുടെ പരിസരത്തുള്ള ഖബർസ്ഥാനം. പള്ളിയുടെ പരിസരത്തിലുള്ള ഖബർസ്ഥാൻ ശാശ്വതമായിട്ട് കിടക്കുള്ളത്. എങ്ങനെയുള്ള മരണം പറവുകൊണ്ട് ചൊല്ലുക സാധ്യയില്ല. അതല്ല നിങ്ങൾ കണ്ണാറെ കണ്ടോണ്ടുള്ള മനുഷ്യന്റെ മരണപ്പെട്ട അവസ്ഥയല്ല. അള്ളാഹുവെ പളക്ക പറഞ്ഞോണ്ടുള്ള മനുഷ്യന്റെ ഹാർട്ട് അറ്റാക്ക് ആയിട്ടുള്ള ചോറുണ്ടിട്ട് പോയോണ് ഇത്ര കാണാമെന്നുള്ള ഹാർട്ട് അറ്റാക്ക് ആയിട്ടുള്ള ചാവു ഇറങ്ങിയോണ് സ്വഭികണിക്കരുത് കാണ്ടില്ല, 5 നിമിഷം ഫോണാക്കോണ് പിന്നെ ഫോൺ എടുക്കരുത് കാണ്ടില്ല. എത്തക്കായിട്ട് ഇങ്ങനത്തെ മരണമുള്ള വന്നോണ്ടുള്ള കാലത്തുള്ള നിങ്ങൾ ജീവന നടത്തിയോണ്ടുള്ളത് ഒന്ന് നനപ്പിക്കട്ടെ മോനെ. ഞങ്ങൾ ആക്കിയ സത്കർമ്മ മാത്രം നിങ്ങൾക്ക് ശാശ്വതമായിട്ട് ഉപകാരത്തിൽ കിട്ടത്. അതുകൊണ്ട് ബാലക്കാരാ ഒന്നാമത്തെ സ്വറ നീ ആക്കണായത് നിന്റെ ഔത്ര പരിസരത്ത് സുന്ദരമായ പള്ളി കെട്ടി വീച്ചത്, നിസ്കരിക്കുന്ന സകലமான സൗകര്യവും അവിടെ ആക്കി വീച്ചത്. ആ പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് നിസ്കാരത്തിന് 5 വക്തക്ക് നീ എവിടെ വന്നോണ്ടുള്ളേ. ഒന്ന് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുന്നത്താഴ് 2 റക്അത്ത് നിസ്കരിക്കുന്ന സമ്പ്രദായമുണ്ട്. വെള്ളിയാസന്റെ സൂറത്തിൽ ഓതുന്നത് നിങ്ങൾ മറന്നുപോയില്ലേ? ബാലക്കാർക്കിന്റെ ഖുർആൻ ഓതുകയുണ്ട്. 5ഉം 7ഉം 10ാം ക്ലാസ്സിന് സർട്ടിഫിക്കറ്റ് എടുത്ത ബാലക്കാർ യക്ഷണം ചൊല്ലത് സൂറത്തുൽ കഹ്ഫ് ഓതുന്ന സമ്പ്രദായം വിട്ടുപോയിട്ടായിട്ട് ഒന്ന് യാസീൻ ഓതുന്ന ദുആർക്കട സമ്പ്രദായം മറന്നുപോയിട്ടായിട്ട് സുന്നത്ത് നിസ്കരിക്കട ക്രമമേ ഇല്ലാണ്ടായി പോയിട്ട് ജുമുഅത്ത് സമയത്ത് കൈ കെട്ടിയൽ പിന്നെ ബാങ്കായത്ത് അതേപോലെ ഖുതുബല്ല ഓതിട്ടായത്ത് കൈ
കൈ കെട്ടിയൽ പിന്നെ ഇട്ടിക്കട പാലക്കാട് പോയിട്ട് പള്ളിക്ക് മോളുടര് ഒന്ന് സലാം വീട്ടുക്ക് പുരുഷത്തില്ല റബ്ബേ ഭൂക്കം പായപ്പ ഔത്ര പറത്ത് കൂടിയിട്ട് രക്ഷപ്പെടുക നോക്കുന്നത് പോലെ ഒന്ന് ഖതീബ് ഒന്ന് സലാം വീട്ടിയങ്ക എണിച്ചിട്ടും ഭൂമോണ്ടും ഓടിയോണ്ടും എങ്ങനെയും തിക്കും തിരക്കും ആക്കിയോണ്ട് പള്ളിയുടെ എങ്ങനെയും പറത്തുക പോന്ന ഒന്ന് ദുആറക്കട സന്ദർഭത്തിൽ ആമീൻ ചൊല്ലവും നിൽക്കുക പാലക്കാർക്ക് പുരുഷത്തില്ല നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉസ്താദുമാർ എന്തെങ്കിലും നിങ്ങളെ നല്ലേക്ക് വേണായിട്ട് 2 നിമിഷത്തെ ഉപദേശങ്ങളുടെ സന്ദർഭത്തിൽ നിങ്ങളെ പാലക്കാട് പള്ളിയിലേക്ക് ക്രമമില്ല പടച്ചവന് എന്നാൽ ഇതുപോലത്തെ സുന്ദരമായ മജ്ലിസാവും പൊത്തുക പാപ്പന്മാർ ചില കുറുസിൽ ചില തങ്ങന്മാരെ ദുആത്തുക ആമീൻ ചൊല്ലടർ ഉസ്താദുമാരെ വാദം അങ്ങനെ കേട്ടിടും എല്ലാവരും പ്രയത്നാക്കണർ മക്കളാ റോഡ് സൈഡും അങ്ങാടെ സൈഡും ഒരു പണിയില്ലെങ്കിലും വെറുതെക്കും ഒന്ന് ബിസി പോലെ ഒന്ന് ആറാറ എണ്ണയോണ്ട് ചിരിച്ചോണ്ട് കളിച്ചോണ്ട് മൊബൈൽ തിരിച്ചോണ്ട് ഇന്ന ഒരു ഗണ്ട അരഗണ്ട ഒരു 3/4 ഗണ്ട ഒരു സത്തിൽ നടക്കുന്ന നല്ല നല്ല കാര്യക്രമത്തെ മിസ്സാക്കിയോണ്ട് അങ്ങനെ അതൊരു ദുരുപയോഗ പെണ്ണുങ്ങളെ അവസ്ഥ മറബേ ഖുർആൻ ഉദര സമ്പ്രദായം മറന്നുപോയവരെ നിങ്ങളെ പെണ്ണ് സമൂഹ 10ാം ക്ലാസ് പഠിച്ച പെണ്ണുമക്കൾ നിങ്ങളെ ഉത്തരവുള്ളത് 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും സർട്ടിഫിക്കറ്റ് ഔത്തും അതിൽ തൂക്കി വെച്ച് പ്രേമം ഇട്ടിട്ട് ഔത്തുന്ന പ്രതി ഒരു പെണ്ണും യാസീന് വായ്പാട്ടമുണ്ട് സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാഖിയ ഓതുകയുണ്ട് സൂറത്തുൽ ബഖറ ഓതുകയുണ്ട് അതിന് മഹത്വ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പരിപാടിക്കും കൊടുത്തവര് അപ്പിത്തപ്പിട്ടും ഞങ്ങളെ ഉത്തര സൂറത്തുൽ മുൽക്കിന്റെ ശബ്ദം കേൾക്കില്ല സൂറത്തുൽ ബഖറയുടെ സൂറത്തുൽ വാഖിയയുടെ ശബ്ദം നിങ്ങളെ ഉത്തര കേൾക്കുന്ന ക്രമമില്ല പണ്ടൊരു കാല ഇന്ത് മുസ്ലിമേ സുബൈക്ക് വേഗ ബാങ്ക അവിടെ കാണുമ്പോൾ ഉത്തരത്തിൽ ചിമിനി കാണുക തുറങ്ങോ വയസ്സായ പെണ്ണിങ്ങ ബേഗണിക്കുവറ് കുളിക്കിടങ്ങ കുളിച്ചറ് നിസ്കരിച്ചിട്ട് സുബൈ ബാങ്കട കാത്തോട്ടിക്കൊരു കാല ഇന്ത് അല്ലാ ഞങ്ങളെ ഔത്ര എൻട്രൻസ് ബായിൽ ഓപ്പൺ ആക്കണമേ 7 ഗಂಟೆಗೆ 8 ಗಂಟೆಗೆ അതിൽ കാണുമ്പോൾ ഡോർ ഓപ്പൺ ആക്കണ ക്രമമില്ല സുബൈ ബാങ്കാവിടെ സന്ദർഭത്തിൽ ഡോർ ഓപ്പൺ വെച്ചിട്ട് മിനിമം ഔത്ര കണ്ടിയുണ്ടല്ലേ വിൻഡോ ഉണ്ടല്ലോ അതിൽ ഡോറിങ്ങൊന്ന് ഓപ്പൺ വെച്ചിട്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ ദിക്റുടെ ശബ്ദം ഉണ്ടല്ലേ ബാങ്കയുടെ ശബ്ദം അല്ലാഹു അക്ബർ അക്ബർ ശബ്ദം നിന്റെ ഔത്ര ഉൾഗതിക കേൾക്കട്ടെ നിന്റെ കാതുക കേൾക്കട്ടെ റബ്ബേ ഔത്തിൽ കിടന്നിട്ടുള്ള മക്കളെ കാതുകെങ്കും അത് കേൾക്കട്ടെ തമ്പുരാനെ ചെന്നിട്ട് പള്ളിയുടെ ബാങ്ക് കേൾക്കുക വേണമായിട്ട് റൂമിന്റെ ഡോറ് സമയത്ത് നിങ്ങൾ ഓപ്പൺ ആക്കുന്ന ക്രമമില്ല അതങ്ങനെ ബന്ധാക്കി വെച്ചത് ഔത്ര ഉൾഗത്തിൽ നിങ്ങൾ ശൈത്താനുടെ വക്കളതി പാട്ടിട്ടിക്കട ജാവുക 2 ഗಂಟೆ 1.5 ഗಂಟೆ 2 ഗಂಟೆ ജാവുത്തോളം മൊബൈല് അതേപോലെ ഓൺലൈനിൽ മീറ്റിംഗും ചാറ്റിങ്ങും വേണ്ടാത്ത ഹറാം എത്ര വീഡിയോയും അതും ഇതും നോക്കിയോണ്ട് ഒരു 2 ഗಂಟೆ ആകുമ്പോഴത്തേക്കും അല്ലേ ഉറക്കെ ബന്ധ കയ്യിലെ മൊബൈൽ ഒരു സുബ്ഹാനല്ലാഹ് ബാഗിൽ വണ്ടില്ല റബ്ബേ അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 10 ബാഗിൽ ചെണ്ട ക്രമമേ ഇല്ല വുളു എടുക്കുന്ന സമ്പ്രദായ വറങ്ങട സന്ദർഭത്തിൽ ഇല്ലേ ഇല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെലട് നീന്ന് വറങ്ങട സന്ദർഭത്തിൽ ഉള്ളോടുകൂടെ നീ ഉറങ്ങിയാണ്ട് കണ്ടെങ്കിൽ സുബൈക്ക് നിക്ക് ഇശാറത്താവിടെ കൊടുത്തോ നിന്റെ ആത്മ ഉണ്ടല്ലേ നിന്റെ റൂഹുണ്ടല്ലോ സുജൂദിൽ ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ എത്ര മക്കൈണ്ട് ഉളു എടുക്കണത് ഒന്ന് ആലോചനാക്കിയാണ് ആ ഉളങ്ങ് ഉറങ്ങടെ കാണാം ഒന്നുള്ള ചെല്ലണായ ദിക്ർ തസ്ബീഹുകളുടെ ക്രമമില്ല ഒരു ആയത്തുൽ കുർസി സമയത്ത് ഒന്ന് ഊതിയിട്ട് ഊതര ക്രമമില്ല അതേപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് ചെല്ല സൂറത്തുണ്ടല്ലേ അത് ഒരുക്ക ഓതി 10 ജുസ് ഓതി പ്രതിഫലം ഉണ്ട് ചെന്നിട്ട് 3 വട്ട ഓതി ഒരു ഖത്ത പൂർത്തിയാക്കിയ പ്രതിഫലം ഉണ്ട് ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് ഈ സൂറത്തല്ല ഓതിട്ട് സൂറത്ത് മുഅവ്വദതൈന ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് ഓതിട്ട് കൈക്കങ്ങനെ ഓതിട്ട് തലയുടെ കാളുത്തോളം പുഞ്ഞിട്ടായിട്ട് കിട പുണ്യ ഹബീബ് ഉറങ്ങിയോണ്ടുള്ളത് എന്തുകേ റസൂലുള്ളാഹിയുടെ മുട്ട ശൈത്താൻ വെറുതെ ചെന്ന് പേടിച്ചിട്ടല്ല ഇബ്ലീസ് വെറുതെ ചെന്ന് പേടിച്ചിട്ടല്ല പേടിയാവുടെ പെടക്ക് കിനാവ് കാണൂ ചെന്നിട്ടൊന്നും പേടിച്ചിട്ടല്ല അത്രത്തോളം പുണ്യമുണ്ട് അത് അതൊക്കെ ചെന്നിട്ട് പടിപ്പാട്ടൊക്കെ വേണമായിട്ട് പുണ്യ ഹബീബ് ആക്കിയോണ്ടുള്ളത് അങ്ങനെ അല്ലാണ്ട് റസൂൽ ഉഷാറില്ലാണ്ടായപ്പോ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാടെ ചെന്നോണ്ടിണ്ട് ആയിഷ ഖുൽ ഹുവ
അല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ആ സൂറത്ത് ഒന്ന് ഓതിട്ട് നിന്റെ കൈ കൂതിട്ട് നിന്റെ മേലുകൊന്ന് പൂഞ്ഞിത്ത ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വഫാത്താവുടെ തോളും ആ രൂപത്തില് ഊതിട്ട് മന്ത്രിച്ചോണ്ടിന്തുകൊണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ മക്കളെ 10ാം ക്ലാസും 7ഉം 8ഉം അതേപോലെ ക്ലാസ്സിൽ പഠിച്ച ഞങ്ങളെ പെണ്ണുമക്കാണ് മക്കളുണ്ടല്ലേ ഒന്ന് അപ്പിത്തപ്പിട്ടും ഖുർആൻ ഊതിട്ട് കറങ്ങിട ക്രമമുണ്ട് മോളെ പെണ്ണെ നിന്റെ ഊത്തില് നിന്റെ പെണ്ണുമക്കൾ അതേപോലെ സർട്ടിഫിക്കറ്റ് തൂക്കി വെച്ചിട്ടില്ലേ പ്രേമിട്ടിട്ട് തൂക്കി വെച്ചിട്ടില്ലേ കഴിഞ്ഞ റബീഉൽ അവ്വൽ തിങ്കളുണ്ട് കിട്ടി നിക്ക് നിന്റെ മക്കൾ കിട്ടിയ പ്രസന്റേഷൻ നിന്റെ മക്കൾക്ക് കിട്ടിയ ഗിഫ്റ്റ് നിന്റെ മക്കൾക്ക് കിട്ടട്ടെ അതേപോലെ ഈ രൂപത്തിൽ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നിന്റെ ഊത്തിൽ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടോ നിന്റെ ഊത്തിൽ ബന്നെങ്കിൽ കാണുക വേണായിട്ട് പറത്രങ്ങ ബന്നെങ്കിൽ ഇത് ആർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആർക്ക് കിട്ടിയ കപ്പ് ഇത് ആർക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇത് ചെന്നിട്ട് കേട്ടപ്പോ നിന്റെ മോൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് പഠിക്കണതിൽ സെക്കൻഡിൽ കിട്ടിയത് ഹിഫ്ദിൽ ഫസ്റ്റ് കിട്ടിയത് ക്വിസിൽ ഫസ്റ്റ് കിട്ടിയത് ഹാജറിൽ ഫസ്റ്റ് കിട്ടിയത് മാർക്കിൽ ഫസ്റ്റ് കിട്ടിയത് ഇതെല്ലാം അഭിമാനത്തിൽ ചെന്നപ്പോ ഷോക്കേസിലൊന്ന് അഭിമാനത്തിൽ ബെയ്ച്ചില് അല്ലാണ്ട് നിന്റെ മോള് 8ഉം 9ഉം 10ഉം പോണുങ്ങളും 12ഉം പഠിച്ച പഠിപ്പട് ലവലേശ സമയത്ത് നീ കണ്ടോണ്ടുള്ള ആ പഠിച്ച ദീന് നിന്റെ മക്കൾ നീ നോക്കിയോണ്ടുള്ളേ നിന്റെ മക്കളിൽ ആ മക്ക പഠിച്ച പഠിപ്പ് കണ്ടോണ്ടുണ്ടാ അല്ലാഹുവേ 10ഉം 12ഉം പോണഞ്ചും വർഷ വയസ്സായ മക്ക ദർസുക പണ്ട് വലിയ മക്ക പാസായ വലിയ മക്ക പടച്ചവനെ പള്ളിക പണ്ട സന്ദർഭത്തിൽ തലയിൽ തൊപ്പിയില്ല ഒരു ടവള സമയത്ത് ഇല്ല ബച്ചാലിമാരെ പോലെ ഈ നമ്മത്തിൽ മുടിവേശിട്ടായിട്ട് 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും സർട്ടിഫിക്കറ്റ് എടുത്തവണോ ഫസ്റ്റ് റാങ്ക് എടുത്ത് ചെറുക്ക അവന് പള്ളിക പണ്ടത് ഏതോ ഒരു റൗഡി വന്നത് പോലെ ഏതോ ഒരു ബച്ചാലി വന്നത് പോലെ മുടിയുടെ കട്ടിങ്ങും സട്ടിങ്ങും ഫിറ്റിങ്ങും ആ രൂപത്തിൽ കൈക്ക് കണ്ട ബെൽറ്റല്ല കെട്ടിയോണ്ട് ഇന്നതല്ല കാലത്ത് തൂക്കുകയോണ്ട് പാന്റിന്റെയും ഷർട്ടയും നോക്കുന്ന സന്ദർഭത്തിൽ ഏതോ ആദിവാസിയുടെ കണ്ടതുപോലെ നിന്റെ മോണ് മദ്രസത്തിൽ സംസ്കൃതി പഠിച്ച മോണ് പള്ളിക്ക് പണ്ട ചന്താറ് അല്ലാഹുവേ ജമാഅത്ത് പണ്ട ക്രമമില്ല പള്ളിയുടെ പരിസരത്തിൽ മൗത്ര പരിസരത്തിൽ പേരുതകും പിറാത് നായിടെ പോലെ ചുറ്റി നടന്നെങ്ങും സമയത്ത് അല്ലാഹു പള്ളിയിൽ ബാങ്കുകയുടെ സന്ദർഭത്തിൽ ജമാഅത്ത് പണ്ട സമ്പ്രദായമില്ല ദിക്ർ മജ്ലിസ മജ്ലിസു നൂറ റാതിബ ഖുതുബിയ ഇത് പൂർവ്വ സത്കർമ്മ പടച്ചവന്റെ പള്ളിയിൽ പണ്ട സന്ദർഭത്തിൽ സീറാനിയുടെ കെട്ടുക മാത്രമല്ല അതിന് ഞാൻ കെട്ടിക്കട പുറത്ത് അവന്റെ പായില ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാരും ഒട്ടുകുസൈനെടുക്ക ഒരു തഹ്ലീൽ ചെന്നിട്ട് ഒരു അല്ലാഹുവിന്റെ പേര് ചെന്നിട്ട് യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ഇങ്ങനത്തെ എത്രമോ പവിത്രമായ നല്ല നല്ല ദിക്റെല്ലാം ഉണ്ട് അത് ചൊല്ലുക പള്ളിയുടെ ഉള്ളിൽ 10ാം ക്ലാസ് പാസ്സായ മോന്റെ കാണില്ല അവന് റോഡ് സൈഡിലുള്ള പള്ളിയുടെ പിത്തിലുള്ള തപ്പിട്ടും പല ഉള്ളിൽ ദിക്റ് ചൊല്ലുക പോവാല പള്ളിയുടെ ഉള്ളിൽ ജമാഅത്ത് നടക്കുമ്പോഴും പള്ളിക്ക് പോകേണ്ട ക്രമമില്ല പടച്ചവനേ